ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും അള്ളാഹു ആദരിക്കാൻ ആവശ്യപ്പെട്ട മഷ്അറുകളെ ആദരിക്കുകയും അതിൻ്റെ ഭാഗമായി അള്ളാഹു ചെയ്യാനേൽപ്പിച്ച കർമ്മങ്ങളെ ഉത്സാഹത്തോടു കൂടി നിർവഹിക്കുകയും ചെയ്യുന്ന നല്ല മുഅ്മിനുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് എന്നെയും പിന്നെ നിങ്ങളെയും ഉണർത്തുകയാണ്. ബലിപെരുന്നാളിൻ്റെ തൊട്ടു മുമ്പിലായി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൂടേറിയ ഒരു ചർച്ച നടക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ആ പെരുന്നാളിൻ്റെ പേര് തന്നെ ബലി പെരുന്നാളെന്നാണ്. ബലിയും അതുമായി ബന്ധപ്പെട്ട സംഗതികളും കൊടും ക്രൂരതയാണ് എന്ന് ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുന്ന പലരും അള്ളാഹു വിരോധിച്ച പന്നിമാംസം ഭക്ഷിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ മാംസം കഴിക്കുന്നവരുമാണ്. അള്ളാഹുവിൻ്റെ മതം ഈ ഒരു ബലിയെ അംഗീകരിക്കുന്നു എന്നതുകൊണ്ട് മാത്രം അതിനെ എതിർക്കുന്ന കുറേ ആളുകൾ അവരുടെ ദുർന്യായങ്ങളിലുള്ള ചില സംഗതികളിലൂടെ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. പഠിച്ചു വെക്കണം നമ്മൾ ഈ സംഗതികളൊക്കെയും. നമുക്കും തോന്നരുത് അത് വേണ്ടിയില്ലായിരുന്നു എന്ന്. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഹജ്ജിലെ 22-ാമത്തെ അധ്യായത്തിലെ 34-ാമത്തതാണ്. ഓരോ ജനവിഭാഗത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ബലി നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്, മൻസക്കുകൾ. ലിയദ്കുറു സ്മല്ലാഹി അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അല്ലാഹു അവർക്കേകിയ കന്നുകാലികളിൽ നിന്ന് അവൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കാൻ വേണ്ടിയാണത്. ആട്, മാട്, ഒട്ടകം എല്ലാറ്റിനെയും ചേർന്നാണ് അൻആം എന്ന് അറബികൾ ഉപയോഗിക്കുക. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ ദൈവം ഏകദൈവമാകുന്നു, അതിനാൽ നിങ്ങൾ അവന് മാത്രം വഴിപ്പെടുക, വിനയം കാണിക്കുന്നവരെ ശുഭവാർത്ത അറിയിക്കുക എന്നാണ് ആയത്തിൻ്റെ അർത്ഥം. കഴിഞ്ഞുപോയ മുഴുവൻ സമുദായങ്ങളിലും ഇത്തരത്തിൽ അള്ളാഹു തന്നെ നിശ്ചയിച്ചു കൊടുത്ത ബലി ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ ഈ 22-ാമത്തെ സൂറത്തിലെ 34-ാമത്തെ ആയത്ത് പഠിപ്പിക്കുന്നത്. ആഗോളതലത്തിൽ മഹാഭൂരിപക്ഷം ആളുകളും മിശ്രഭോജികളാണ്. സസ്യഭോജികൾ, മാംസഭോജികൾ, ഇത് രണ്ടും കഴിക്കുന്ന ആളുകൾ മിശ്രഭോജികൾ. ഈ മിശ്രഭോജികൾ ആണ്
ലോകത്തുള്ള മനുഷ്യന്മാരുടെ മഹാഭൂരിപക്ഷം, ഒരു 5% മുതൽ 10% വരെ ആളുകൾ മാത്രമേ സസ്യഭോജികളായി പ്യൂർ വെജിറ്റേറിയൻസ് ആയിട്ടുള്ളൂ എന്നർത്ഥം. അവരാണ് ലോകത്തെല്ലാവരും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അള്ളാഹു ആണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്, അള്ളാഹു ആണല്ലോ ബാക്കിയുള്ള എല്ലാവരെയും സൃഷ്ടിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ച് അത് ദഹിപ്പിക്കാൻ ആവശ്യമായ സംഗതികൾ ശരീരത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യമായി ഭക്ഷണ പദാർത്ഥം നമ്മൾ വായിലിടുന്നു. സസ്യബുക്കുകളും മാംസബുക്കുകളുമായ ജന്തുക്കളെ പരിശോധിക്കുക. നിങ്ങൾ നമ്മുടെ വീടുകളിൽ സസ്യബുക്കുകളുണ്ടല്ലോ, ഒന്ന് പിളർത്തി പരിശോധിച്ച് നോക്കൂ. അവരുടെ പല്ലുകൾ പിന്നെ പരന്ന പല്ലുകളാണ് അവർക്കുണ്ടാവുക. എന്നാൽ മാംസം കഴിക്കുന്ന ജന്തുക്കളുടെ വായിലുള്ള പല്ലുകൾ ഈ കൂർത്ത പല്ലുകൾ ഉണ്ടാകും. മനുഷ്യനിത് രണ്ടുമുണ്ട്. കൂർത്ത പല്ലുകളുമുണ്ട്, ഈ പരന്ന പല്ലുകളുമുണ്ട്. അതിനർത്ഥം എന്താ? മനുഷ്യൻ രണ്ടും ആഹരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് എന്ന് തന്നെയല്ലേ. അവിടെ നിന്ന് അങ്ങോട്ടിനി താഴേക്ക് പോയാൽ ദഹന വ്യവസ്ഥയിലെ എൻസൈമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടിനും പറ്റാവുന്ന സംഗതികളാണുള്ളത്. ലിപ്പേസ്, ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ പോലെയുള്ള മാംസാഹാരത്തെ ദഹിപ്പിക്കുവാൻ ആവശ്യമായ ഈ എൻസൈമുകൾ എന്തിനാണ് മനുഷ്യന്റെ ശരീരത്തിൽ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നു. ഈ എൻസൈമുകൾ നമുക്ക് ആവശ്യമില്ലല്ലോ, നമ്മൾ മാംസം കഴിക്കുന്നവരല്ലെങ്കിൽ. മാംസാഹാരത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ എൻസൈമുകൾ പടച്ചതമ്പുരാൻ സൃഷ്ടിപ്പിലെ മനുഷ്യന് നൽകി പറഞ്ഞയച്ചിക്കുക. അതിന് മനുഷ്യനും മാംസം കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൂടാ. അപ്പൊ ആ വാദം തെറ്റാണ്. രസകരമായ ഒരു വാദം. ഗാന്ധിജി സമാധാനപ്രിയനായത് അദ്ദേഹം സസ്യബുക്കായതുകൊണ്ടാണ് എന്ന് വാദിച്ചു കളയുന്നു അവർ. ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെയും സസ്യബുക്കായിരുന്നു. മാത്രമല്ല, ഗുജറാത്തിന്റെ തെരുവീതികളിലും ഇന്ത്യയിൽ ഉത്തരേന്ത്യൻ നാടുകളിലുമൊക്കെ 1 കിലോ മാംസം വീട്ടിൽ വെച്ചു എന്ന് ആരോപിച്ചൊക്കെ ആളുകളെങ്ങനെ കശാപ്പ് ചെയ്യുന്ന ഈ സംഘ് പരിവാറിന്റെ ആളുകൾ സസ്യബുക്കല്ലേ? കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലർ, ലക്ഷക്കണക്കിന് ആളുകളെ കശാപ്പ് ചെയ്ത അഡോൾഫ് ഹിറ്റ്ലർ സസ്യബുക്കായിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. അപ്പൊ അതൊന്നുമല്ല ഈ മനുഷ്യന്റെ ക്രൂരതയും സമാധാനവുമൊന്നും കണക്കാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ മദർ തെരേസ, യാസർ അറഫാത്ത്, അൻവർ സാദത്ത്, മഹേഷ് ബഗാൻ ഇവരൊക്കെയും മിശ്രഭോജികളായിരുന്നു. ഇവർക്ക് സമാധാനത്തിന്റെ നോബൽ സമ്മാനം കിട്ടിയ ആളുകളാണ്. അപ്പം മതത്തെ എതിർക്കാൻ വേണ്ടി, ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ദുർന്യായങ്ങൾ പടച്ചുവിടുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ബുദ്ധി വർദ്ധിപ്പിക്കുമത്രേ സസ്യാഹാരം മാത്രം കഴിച്ചാൽ. മറ്റൊരു ന്യായം നമുക്കെതിരിൽ ബുദ്ധി വർദ്ധിപ്പിക്കും. ഐൻസ്റ്റീൻ, ന്യൂട്ടൺ മുതലായവർ സസ്യബുക്കുകൾ ആയതുകൊണ്ടാണത്രേ അവർ ബുദ്ധിമാന്മാരായത്. അങ്ങനെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ നോബൽ സമ്മാനത്തിന്റെ ലിസ്റ്റ് ഒന്ന് ഇങ്ങനെ എടുത്ത് പരിശോധിക്കുക. അതിൽ മഹാഭൂരിപക്ഷം ആളുകളും മിശ്രഭോജികളായിരുന്നു. അവർക്ക് മാംസം കഴിച്ചു എന്നതിന്റെ പേരിൽ ബുദ്ധിയില്ലാതെ ആയിട്ടില്ല. നമ്മുടെ നാടുകളിലൊക്കെ പരിശോധിക്കുക, മാംസം കഴിക്കുന്ന ആളുകൾ മന്ദബുദ്ധികളാകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ ന്യായങ്ങൾ. മാംസാഹാരത്തിലാണ് ഈ പ്രോട്ടീനുകൾ ധാരാളമുള്ളത്, ധാതുക്കളും ധാരാളമുള്ളത്. സസ്യാഹാരത്തിലാണ്, മാംസാഹാരത്തിലല്ല എന്ന് ചിലർ വാദിക്കുന്നു. സമ്മതിക്കാം, പോഷകമൂല്യം കൂടുതൽ സസ്യാഹാരത്തിലാണ് എന്നത് ശരിയാണ്. എന്നതുകൊണ്ട് മാംസം കഴിക്കാൻ പാടില്ല എന്നുണ്ടോ? എന്നാൽ പ്രോട്ടീനിന്റെ കാര്യം എടുത്താൽ അത് ഏറ്റവും കൂടുതലുള്ളത് മാംസാഹാരത്തിൽ തന്നെയാണ്. മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമായ വളരെ പോഷക സമ്പുഷ്ടമാണ് മാംസാഹാരം. പ്രോട്ടീൻ, ഇരുമ്പ്, അതുപോലെ തന്നെ ധാരാളമായി അതിലുണ്ട്. അത് ഈ വിറ്റാമിൻ B1, തയാമിൻ, അതുപോലെ തന്നെ നിയാസിൻ, വിറ്റാമിൻ B3 തുടങ്ങിയവ ധാരാളക്കണക്കിന് മാംസാഹാരങ്ങളുണ്ട് എന്ന് ശാസ്ത്രം തന്നെ തെളിയിക്കുന്നു. സസ്യാഹാരത്തിലുള്ള പ്രോട്ടീനുകൾ പൂർണ്ണമല്ല. സസ്യാഹാരം ധാരാളം കഴിച്ചാൽ മാത്രമാണ് പ്രോട്ടീനുകൾ പൂർണ്ണമാവുക. പക്ഷെ മാംസാഹാരം ഏതെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി. അപ്പം മാംസാഹാരത്തെ വിമർശിക്കുന്ന ആളുകൾ പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഹൃദ്രോഗമുണ്ടാകുന്നത് ഇറച്ചി തിന്നിട്ടാണത്രേ. മാംസം കഴിച്ചിട്ടാണ് ഹൃദ്രോഗമുണ്ടാകുന്നത്.
അപ്പം മാംസം തീരെ കഴിക്കാത്ത ആളുകൾക്ക് ഹൃദ്രോഗമില്ലേ എന്നൊരു ചോദ്യവുമുണ്ട്. ഹൃദ്രോഗവും അതുപോലുള്ള സംഗതികളുമൊക്കെ ഉണ്ടാകുന്നത് അമിതാഹാരം മൂലമാണ് എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതാണ് ശരിയും. വൈദ്യശാസ്ത്രം പറയുന്നത് അത് ഇസ്ലാം കണിശമായി വിരോധിക്കുന്നുമുണ്ട്. ഖുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഈ നിയമം കൃത്യമാണ്, വ്യക്തമാണ്. ഇനിയുമുണ്ട് ആയത്തുകൾ. കുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കണം, തിന്നണം. നിങ്ങൾ വശ്റബു, നിങ്ങൾ കുടിക്കണം പാനീയങ്ങൾ. ഒരൊറ്റ കണ്ടീഷനാണുള്ളത്, വലാ തുസ്രിഫു, അമിതമാവരുത്. അങ്ങനെ അമിതമായി ഭക്ഷിക്കുന്ന ആളുകളെ, അമിതമായി കുടിക്കന്നെ തിന്നന്നെ ഇത്തരം ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: മാ മലഅ ആദമിയുൻ വിയാഅൻ ശർറൻ മിൻ ബത്നിൻ. ഒരാൾ അയാളുടെ വയറിനേക്കാൾ, ബത്നിന് വയറെന്നാണ് അർത്ഥം പറയാം, നമുക്ക് വിശദീകരിക്കാം. മോശമായ ഒരു പാത്രവും നിറക്കുന്നില്ല. ഏറ്റവും മോശമായ പാത്രം ഒരു മനുഷ്യൻ നിറക്കുന്നത് അയാളുടെ വയറാണ്. ഒരാൾക്ക് നേരെ നിൽക്കാനും ജോലി ചെയ്യാനും അയാളുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുവാനും ഏതാനും ഉരുളകൾ മതി. ഇനി അയാൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ എല്ലാവർക്കും അർത്ഥറിയാം. 1/3 ഭക്ഷണത്തിന്, 1/3 പാനീയത്തിന്, 1/3 അവിടെ കാലിയായിടണം. വയർ എന്ന് പറയുമ്പോൾ, വയറ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഈ ഇവിടം മുതൽ താഴേക്കുള്ള വലിയ ഏരിയ ഇങ്ങനെ കൈകൊണ്ട് തടവിയിട്ടാണുകൾ വയറ് എന്ന് പറയാറ്. അതല്ലല്ലോ പ്രവാചകൻ ഉദ്ദേശിച്ചത്. അതിനകത്തുള്ള ഒരു ചെറിയ അറയല്ലേ, ഒരുപാട് അവയവങ്ങൾ കിടക്കുന്നൊരു സ്ഥലത്തെയല്ല, അതിൽ ആമാശയം എന്ന് പറയുന്ന സാധനത്തെയാണ്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സംഗതിയിലൂടെ നമ്മൾ ആഹരിക്കണമെന്നാണ് പടച്ചതമ്പുരാന്റെ കൽപ്പന. ഇത് പാലിച്ചുകൊണ്ട് പോകുന്നിടത്ത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തോറ്റുപോകുന്നുണ്ട്. ആ തോറ്റുപോകുമ്പം അതിന്റെ പ്രശ്നങ്ങളുമുണ്ട്. ഇസ്ലാമിക രീതിയിൽ അറുത്ത് രക്തമൊക്കെ ഒഴുക്കിക്കളഞ്ഞ് ഹോർമോണുകളോ മരുന്നുകളോ ഒന്നും കുത്തിവെക്കാത്ത നന്നായി വേവിച്ച് കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന്, ഒരു രോഗവും വരില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. കൊളസ്ട്രോൾ ഉണ്ടാകുന്നു എന്ന വാദത്തിന് കൊളസ്ട്രോൾ വെളിച്ചെണ്ണയിലുണ്ട്, അണ്ടിപ്പരിപ്പിലുണ്ട്, തേങ്ങയിലുണ്ട്, ഇതിലൊക്കെ ഉണ്ട്. ഇതൊന്നും മാംസമല്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ന്യായങ്ങളൊക്കെയും, ഒരു പദാർത്ഥം, ഒരു ഭക്ഷ്യവസ്തു ഹറാമാകുന്നത് എങ്ങനെയാണ്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ളാരിൻ, ലറുണ്ടാക്കുന്ന, എടങ്ങേറുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന, ശരീരത്തിന് ഈ പ്രയാസമുണ്ടാക്കുന്ന എല്ലാം ഹറാമാണ്. അത് ഭക്ഷണത്തിന്റെ കാര്യം. ലാറ് എന്ന എവിടെയും ലറർ അള്ളാഹുവിന്റെ മതം ഇഷ്ടപ്പെടുന്നില്ല. ലാ ലറർ വലാ ളിറാർ. ഉപദ്രവങ്ങൾ, എടങ്ങേറുണ്ടാക്കലുകൾ, ബുദ്ധിമുട്ടാക്കലുകൾ, ഇതൊന്നും ഇല്ല എന്നതാണ് ഇസ്ലാമിന്റെ ഒരു തത്വം. ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്ഷണ പദാർത്ഥം അതിന്റെ അസലിൽ ഹറാമാണെന്ന് പറയണമെങ്കിൽ പറയാൻ പാടില്ല. ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ലറായിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം ലറാവൂല. അതുകൊണ്ട് ഇവിടെ ലറ് എന്ന് പറയുന്നത് ഇസ്റാഫാണ് പ്രശ്നം, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഈ വല്ലാത്ത എന്താ പറയാ ഭക്ഷണ രീതിയിൽ അമിതത്വം വളർത്തുന്ന ഒരു അവസ്ഥയായി നമ്മൾ മാറുകയാണ് പലപ്പോഴും. ഇങ്ങനെ മാറുന്നത് കൊണ്ടാണ് നമുക്ക് രോഗമുണ്ടാകുന്നത്. അത് മാംസം കഴിച്ചത് കൊണ്ടല്ല. പ്രത്യേകിച്ച് ഈ മലബാറിലെ നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതി പുറത്തുണ്ട്. അത് ആ പരാതിയിൽ കഴമ്പുമുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് ആ വിഷയത്തിൽ കൃത്യമായി റമളാനിൽ 30 ദിവസം നോമ്പെടുക്കുന്നവരാണ് നമ്മൾ. ആ റമളാനിലും ഇതിന്റെ അച്ചടക്കം പൂർണ്ണമാകുന്നില്ല എന്നതാണ് ശരി. അതുകൊണ്ട് ഈ ലററുണ്ടാക്കുക, എടങ്ങേറുണ്ടാക്കുക എന്നത് മാംസത്തിന് മാത്രം പ്രത്യേകമായി വെക്കേണ്ട നിയമമല്ല. മനുഷ്യന്റെ ശരീരത്തിൽ ആഹരിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാം ഹറാമാണ്. അള്ളാഹു പ്രത്യേകം ഹറാമാക്കിയതിന് പുറമെയാണത്. ഹത്ത തംറ്,
അത് കാരക്കയാണെങ്കിൽ പോലും കാരക്ക കഴിച്ചിട്ട് ഇടങ്ങേറാകുന്ന എത്ര ആളുകളുണ്ട്. അപ്പൊ അത് ശരീരത്തിന് പറ്റുന്നില്ലെങ്കിൽ, അതുമൂലം രോഗം വർദ്ധിക്കുമെങ്കിൽ, ശരീരത്തിന്റെ വ്യവസ്ഥകളൊക്കെ താളം തെറ്റുമെങ്കിൽ കാരക്ക ഹറാമാകുമോ അയാൾക്ക് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഏത് ഭക്ഷണം എനിക്ക് കഴിക്കാതിരിക്കണമോ എന്ന് എന്റെ ശരീരം തന്നെ പറഞ്ഞു തരും. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് നമ്മൾ പോകണം. ഒരു പദാർത്ഥത്തെ, ഒരു ഭക്ഷണ വസ്തുക്കളെ ചില നാട്ടിൽ അത് അനുവദനീയമാണ്, ചില നാട്ടിൽ അത് അനുവദനീയമല്ല. അങ്ങനത്തെ അവസ്ഥയും ചിലപ്പോൾ മനുഷ്യന്മാർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ടോട്ടലി ഇന്ന കാര്യം നിഷിദ്ധമാണ് എന്ന് പറയാൻ നിവൃത്തിയില്ല. നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ആക്രോശിക്കുന്ന ആളുകൾ ഒരു മതത്തിന്റെ പേരിലാണ് അത് ചെയ്യുന്നത്. ഹിന്ദു മതത്തിൽ ഈ മാംസാഹാരം അനുവദനീയമല്ല. എന്താണ് ഈ ഹിന്ദുമതം? ചിലർ പറയുന്നു അങ്ങനെ ഒരു മതം തന്നെ, ഒരു മതത്തിന്റെ പേരല്ല. ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിന്റെ പേരാണ് എന്ന്. പുരാതന ഭാരതത്തിലുണ്ടായിരുന്ന ദ്രാവിഡന്മാരുമായി ഈ എന്താ പറയുക, കുടിയേറ്റക്കാരായി വന്ന ആര്യന്മാരായ ആളുകൾ ഇഴുകിച്ചേർന്നപ്പം ഒരു പുതിയ സംസ്കാരമുണ്ടായി. ആ സംസ്കാരമാണ് ഹിന്ദു സംസ്കാരം എന്നതിനാണ്, ആ അഭിപ്രായത്തിനാണ് ഭൂരിപക്ഷം. ആരാണ് ഈ ആര്യന്മാർ? അവരെക്കുറിച്ചൊരു പഠനം നടക്കണം. ഡോക്ടർ അയ്യപ്പൻ എഴുതുന്നു, ഭാഷയുടെയും സംസ്കാരത്തിന്റെയും ഐക്യത്തിനാൽ പ്രാചീന ഇറാനിയരും ആര്യരും ഒരേ പ്രാചീന ജനതയുടെ ശാഖകൾ എന്നതിന് സംശയമില്ല. ഇറാൻ എന്ന പദം തന്നെ ആര്യൻ എന്നതിന്റെ ഒരു സമാന പദമാണ്. ഇറാൻ, അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തട്ടകം. ഇറാൻ, ഇറാഖ്, ആ പറയുന്ന പഴയ കാലത്തെ അവിടെ നിന്ന് വന്ന ആ ഒരു മതത്തിന്റെ ആളുകൾ ഇബ്രാഹിമി മില്ലത്തിലെ ആളുകളാണ് എന്ന് ചരിത്രത്തിൽ നിങ്ങൾ വായിച്ചാൽ ഈ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒരു മതത്തിൽ ഇങ്ങനെ നേരത്തെ ഉണ്ടായിരുന്നുവോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ രസകരമായ, നമ്മൾക്കെതിരിൽ പറയുന്ന ഒരു അവരുടെ ഭരണഘടന പോലെ പറയുന്ന ഒരു മനുസ്മൃതിയുണ്ട്. ആ മനുസ്മൃതിയിൽ നിന്നാണ് നമ്മൾ അരുക്കാക്കാനുള്ള വരികളൊക്കെ വായിച്ചെടുക്കുന്നത്. അതേ പുസ്തകത്തിൽ ബ്രഹ്മാവ് അഥവാ ദൈവം തമ്പുരാൻ മൃഗങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണ്. ഭക്ഷിക്കാവുന്ന ഏത് മൃഗങ്ങളുടെയും മാംസം മനുഷ്യന് ഭക്ഷിക്കാവുന്നതാണ് എന്ന് മനുസ്മൃതിയുടെ 5-ാമത്തെ അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഇത് പടച്ചതമ്പുരാൻ പടച്ചത് തന്നെ മനുഷ്യനാഹരിക്കാൻ വേണ്ടിയാണ്. ഋഗ്വേദത്തിന്റെ 6:17 പശു, പോത്ത്, കാളക്കുട്ടി, കുതിര എന്നിവയെ ഇന്ദ്രൻ ഭക്ഷിച്ചിരുന്നു എന്ന് വായിക്കാനാവുന്നു. പൗരാണിക കാലങ്ങളിൽ പശു ഇറച്ചി കഴിക്കാത്തവരെ ഉത്തമ ഹിന്ദുക്കളായി കണക്കാക്കിയിരുന്നില്ല എന്നാണ് സ്വാമി വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികളിലെ 536-ാമത്തെ പേജിലുള്ളത്. അതേ പുസ്തകത്തിന്റെ 174-ൽ വേദകാലത്ത് ഗോമാംസം ഭക്ഷിക്കാത്ത ബ്രാഹ്മണനെ ബ്രാഹ്മണനായി കണക്കാക്കിയിരുന്നില്ല എന്നും എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച് ഇസ്ലാമിനെ കടന്നാക്രമിക്കുവാൻ മരുന്ന് തയ്യാറാക്കുകയാണ് പലരും. എപ്പോഴാണ് പിന്നെ ഇതൊക്കെ ഹറാമായത്? അങ്ങനെ ഹറാമായാകാനുണ്ടായ കാരണം അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറഞ്ഞ് സിദ്ധാർത്ഥ രാജകുമാരൻ ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് ബോധോദയമുണ്ടായി ശ്രീബുദ്ധനായി മാറി എന്ന് പറയുന്ന ആ ചരിത്രമുണ്ടല്ലോ. ശ്രീബുദ്ധന്റെ വരവോടുകൂടിയാണ് എന്നും രേഖപ്പെട്ട് കിടക്കുന്നു. ബുദ്ധമഹർഷിമാരായ ആളുകൾ അഹിംസ പ്രചരിപ്പിക്കുകയും ആ അഹിംസയിലൂടെ ഈ നാട്ടിലെ ആളുകളെ കീഴടക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നപ്പോ അതിനെതിരിൽ ഉണ്ടാക്കിയതാണ് ഈ നിയമം എന്നതാണ് വസ്തുത. അതിന് ഇസ്ലാം എന്തൊരു പ്രതിക്കൂട്ടിൽ നിൽക്കണം? ശ്രീബുദ്ധൻ അഹിംസാ സിദ്ധാന്തവുമായി രംഗത്തെത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ പക്ഷികളുടെയും മൃഗങ്ങളുടെയും മരങ്ങളുടെയും സർവനാശം സംഭവിക്കുമായിരുന്നു. ബ്രാഹ്മണ മതത്തിൽ അത്രമാത്രം മൃഗബലികളും മറ്റുമാണ് നടന്നിരുന്നത് എന്ന് ഇത് എഴുതുന്നത് അംബേദ്കറാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ നമ്മുടെ നാടിന്റെ പഴയകാല ചരിത്രത്തിലേക്ക് പോയാൽ നമുക്ക് വായിക്കാൻ കഴിയും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന ഒരു അജണ്ട മുമ്പിലുണ്ട്. സസ്യബുക്കുകളാണോ മാംസബുക്കുകളാണോ അതിനെ സഹായിക്കുക എന്നുകൂടി ചർച്ചയ്ക്കെടുക്കണം. പ്രതിവർഷം 20 മില്യൺ ആളുകൾ പോഷകാഹാരക്കുറവ് കൊണ്ട് മരിച്ചു വീഴുന്നുണ്ട് ലോകത്ത്. കുറച്ചൊന്നുമല്ല. അതിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സസ്യാഹാരിയായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മാംസഭോജിയുടെ 2-3 ഇരട്ടി ഭക്ഷണം കഴിക്കണം. അയാൾ നശിപ്പിക്കണം. ഒരു ജന്തുവിനെ കൊന്നാൽ, ഒരു മൃഗത്തെ അറുത്താൽ 100 ആളുകളുടെ ആഹാരം നിവൃത്തിയായും അവർക്ക് വേണ്ട പോഷകാഹാരങ്ങളൊക്കെ ലഭിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമുണ്ടാവും.
ലോകത്തെ മുഴുവൻ ആളുകളും സസ്യാഹാരമാണ് ശീലിക്കുകയെങ്കിൽ ഇവിടെ പിന്നെ സസ്യങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ചോദ്യം. അങ്ങനെ ഇല്ലാതെ പോയാൽ മനുഷ്യന്റെ ജന്തുക്കൾക്ക്, മനുഷ്യനല്ല, അവർക്ക് ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ ഈ മുഴുവൻ ജന്തുക്കൾക്കും ഓക്സിജൻ വേണം ജീവിക്കാൻ. അതിന്റെ സന്തുലിതാവസ്ഥ തകരാറിലായി പോകും എന്നും ആളുകൾ ഭയപ്പെടുന്നു. അപ്പൊ അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ മനുഷ്യനെ ഒരുപാട് തലങ്ങളിലേക്ക് നമ്മൾ ആലോചിക്കേണ്ട. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ആകെങ്ങനെ ബേജാറായി നിൽക്കേണ്ടവരല്ല. സസ്യാഹാരം മാംസാഹാരത്തെ എതിർക്കുന്നവർ മറ്റൊരു വാദം പറയാറുണ്ട്. എന്താണെന്നറിയോ? ആഹാരത്തിനായി കൊന്നൊടുക്കേണ്ടി വരികയാണല്ലോ അവർ. ഈ മിണ്ടാപ്രാണികൾ വെറുതെ ഇങ്ങനെ കൊല്ലുകയല്ലേ, അങ്ങനെ അവർക്ക് ഒരു സിംബൽ നേടാൻ വേണ്ടി. അതിനേക്കാൾ നമ്മൾ കൊന്നൊടുക്കേണ്ടി വരികയാണ്. മുഴുവൻ സസ്യാഹാരങ്ങളും ആകണമെങ്കിൽ ജന്തുക്കളെ പോലെ സസ്യങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ തെളിയിക്കുകയാണ്. ആ പഠനങ്ങൾ പ്രകാരം സസ്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. മാത്രവുമല്ല, ഒരു പ്രത്യേക ഉപകരണം വെച്ച് നമ്മൾ ഒരു സസ്യത്തെ, ഒരു മരം മുറിക്കുമ്പോൾ ആ മരം നമ്മൾ കേൾക്കാത്ത ഭാഷയിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ഇപ്പൊ ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പൊ ഒന്ന് പിടയാനെങ്കിലും കഴിയുന്ന ജന്തുക്കളെക്കാൾ കഷ്ടമല്ലേ ഒന്ന് പിടയാൻ പോലും കഴിയാത്ത സസ്യങ്ങളെ കൊന്നുകളയുന്നത് എന്ന് ആളുകൾ ആലോചിക്കുന്നില്ല. സസ്യങ്ങൾ എന്താ പറയാ, പ്രതികരിക്കുന്നു, സസ്യങ്ങൾ വെളിച്ചം തേടിപ്പോകുന്നു, സസ്യങ്ങൾ ഇങ്ങനെ ചലിക്കുന്നു എന്നൊക്കെ പണ്ട് സയൻസിൽ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നും പോയിട്ടാണ് ഇപ്പോ സസ്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, സസ്യങ്ങൾ പ്രതികരിക്കുന്നു, കരയുന്നു, സന്തോഷം പ്രകടിപ്പിക്കുന്നു എന്നിടത്തേക്കൊക്കെ എത്തിയത്. അപ്പൊ അതും ഒരു ജീവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. വിശുദ്ധ ഖുർആൻ വ ഇന്ന ഫിൽ അൻആമി ലഇബ്ര, നിങ്ങളുടെ അൻആമുകളിൽ ആട്, മാട്, ഒട്ടകം തുടങ്ങി നിങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ സഞ്ചാരത്തിനും അതുപോലെ തന്നെ ഭക്ഷണത്തിനും ഉപയോഗിക്കുന്ന മൃഗങ്ങൾ, ലഇബ്റത്തുൻ നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹാ, അവയുടെ വയറുകളിൽ നിന്ന് കിട്ടുന്ന പാലുകൾ കൊണ്ട് നിങ്ങളെ കുടിപ്പിക്കുന്നു. വലക്കും ഫീഹാ മനാഫിഉ കസീറ, ധാരാളം ഉപകാരങ്ങൾ, ആ ഉപകാരങ്ങൾ നിങ്ങൾക്ക് അവ കൊണ്ടുണ്ട്. വമിൻഹാ തഅകുലൂൻ, അതിൽപ്പെട്ടതാണ് അവയുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷിക്കാനുള്ള ആഹാരവുമുണ്ട് എന്നത്. മറ്റൊരായത്തിൽ അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അൻആമ ലിതർകബൂ മിൻഹാ, നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു മൃഗങ്ങളെ, അൻആമുകളെ, നിങ്ങൾക്ക് അവയുടെ പുറത്ത് അവയെ വാഹനമായി ഉപയോഗപ്പെടുത്താൻ. മാത്രവുമല്ല, നിങ്ങൾക്ക് അവയിൽ നിന്ന് നിങ്ങളുടെ ഭക്ഷ്യവസ്തുക്കളായും അവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിരിക്കുന്നു. മറ്റൊന്നിൽ വൽ അൻആമ ഖലഖഹ, അല്ലാഹു ഈ മൃഗങ്ങളെ സൃഷ്ടിച്ചത്, ഫീഹാ ദിഫ്അ, നിങ്ങൾക്കുണ്ടാകുന്ന ഒരുപാട് ഉപകാരങ്ങൾ എന്ന് പറഞ്ഞതിന് ഒന്നിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. നിങ്ങൾക്ക് തണുപ്പ് കറ്റാനുള്ള കമ്പിളി നൽകുന്നത് അവരാണ്. വമനാഫിഉ, ഒരുപാട് ഉപകാരങ്ങൾ നിങ്ങൾക്ക് അവ കൊണ്ട് വേറെയുമുണ്ട്. അവിടെയും പറഞ്ഞു വമിൻഹാ തഅകുലൂൻ, നിങ്ങൾക്ക് ആഹാരമായിട്ടാണ് അവയെ എന്ന്. വിശുദ്ധ ഖുർആനിന്റെ ഒട്ടേറെ സ്ഥലങ്ങളിൽ കൃത്യമായി പറയുന്ന ആയത്തുകൾ ഇതിന്റെ ലക്ഷ്യമെന്ത് എന്ന് ദൈവം തമ്പുരാൻ, പടച്ച തമ്പുരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികളെ ഉണ്ടാക്കി വെച്ചത് മനുഷ്യന് ഇത്തരം ഉപകാരങ്ങൾക്ക് വേണ്ടിയാണ് എന്നത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറമുള്ള മറ്റുള്ള വിമർശനങ്ങളെയൊക്കെ തള്ളിക്കളയാവുന്നതേയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നിയമമായി വെച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ച് നമ്മളോട് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തുള്ള വിമർശനങ്ങളെയൊക്കെ അവഗണിക്കാനുള്ള ഹൃദയവിശാലതയാണ് വിശ്വാസികളായ ആളുകൾ കാണിക്കേണ്ടത്. ഇസ്ലാമിനോടുള്ള സ്നേഹവും കൂറുമാണ് അപ്പം നമ്മിൽ മികച്ചു നിൽക്കേണ്ടത്. അത്തരം നല്ല വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വ വൽ അഖ്വാത്ത്, ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ജീവിതത്തിൽ സന്തോഷകരമായി അത് നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒന്നുകൂടി ഞാൻ ഓർത്തും.
വിശുദ്ധ ഖുർആനിൽ 22-ാമത്തെ അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 37-ാമത്തെ ആയത്തിൽ ഈ നമ്മളാചരിക്കുന്ന ബലിയെക്കുറിച്ച് കൃത്യമായി ഇങ്ങനെ പറയുന്നുണ്ട്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ. അതിന്റെ മാംസമോ രക്തമോ ഒന്നും അല്ലാഹുവിലേക്ക് എത്തുന്നില്ല. വലാകിൻ യനാലുഹു തഖ്വ മിൻകും. നിങ്ങളുടെ ഈ സമർപ്പണബോധവും തഖ്വയും ത്യാഗസന്നദ്ധതയും തഖ്വയിൽ നിന്നുണ്ടാകുന്നത്. ആ തഖ്വയാണ് അല്ലാഹു സ്വീകരിക്കുന്നതും അല്ലാഹു കൂലി തരുന്നു. കദാലിക സഖറഹാ ലക്കും. അപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു. കദാലിക സഖറഹാ ലക്കും. എന്തിനാണ് ആ മൃഗങ്ങളെ നിങ്ങൾക്ക് അല്ലാഹു കീഴ്പ്പെടുത്തി തന്നത്? ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. അല്ലാഹു നിങ്ങൾക്ക് മാർഗദർശനം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വം തക്ബീർ മുഴക്കാൻ വേണ്ടിയിട്ട്. വബശ്ശിരിൽ മുഹ്സിനീൻ. സദ്വൃത്തർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. വിശുദ്ധ ഖുർആനിന്റെ 22:37 അങ്ങനെയുള്ളത്. ഈ ആയത്തിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഉളുഹിയ്യത്ത് എന്ന കർമ്മം നിർവഹിക്കേണ്ടത്. ഉളുഹിയ്യത്തിന്റെ കർമ്മം നിർവഹിക്കുമ്പോൾ മനസ്സ് നന്നായി ശുദ്ധമാക്കി വെക്കുകയും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഒരു നിയമമാണ് എന്നതുകൊണ്ട് നല്ല പൂർണ്ണ മനസ്സോടുകൂടി നല്ല തൃപ്തിയോടുകൂടി നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറണം. ഹജ്ജിന്റെ ഒരു കർമ്മമായി ഈ ബലി നിലനിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളോടും നമ്മളോടും ഉളുഹിയ്യത്തറക്കുന്ന ആളുകളോടുമുള്ള ഒരു കൽപ്പനയുണ്ട് വിശുദ്ധ ഖുർആനിൽ. അതേ അധ്യായത്തിൽ 28-ൽ ഫകുലൂ മിൻഹാ. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം. ഫകുലൂ മിൻഹാ. നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷിക്കണം. വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. ദരിദ്രരായ ആളുകൾക്കും ആവശ്യക്കാരായ ആളുകൾക്കും വിശന്ന് പൊരിയുന്ന ആളുകൾക്കുമൊക്കെ നിങ്ങൾ അതിൽ നിന്ന് നൽകുകയും വേണം. നിങ്ങൾ ഭക്ഷിക്കണം. നിങ്ങൾ പാവങ്ങളായ ആളുകൾക്ക് നൽകുകയും വേണം. ബലിയുടെ ലക്ഷ്യം ധർമ്മമാണ്. ആഹാരമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് എത്തിക്കലാണ്. ദരിദ്രന്റെ വിശപ്പടക്കലാണ്. ഒട്ടനവധി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഓരോ വർഷത്തെയും ഹജ്ജിന്റെ ഈ ബലിയുമായി ബന്ധപ്പെട്ട മാംസം മാസക്കണക്കിന് ആഹാരമായി മാറുന്നു എന്നത് അറിയാത്തവരല്ല നമ്മളെ വിമർശിക്കുന്നവർ. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഇന്നത്തെ കൃത്യമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ശീതീകരിച്ച് കൃത്യമായി മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്ത് ദരിദ്ര രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഭക്ഷണമായി പോകുന്ന ഒരു വലിയ സംവിധാനമായി അതിന്ന് മാറുകയാണ്. നമ്മൾ ഹജ്ജിന് പോകുന്ന ആളുകൾ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു. ഹജ്ജിന് അതിന് ബാക്കി വരുന്ന സംഗതികൾ ഇങ്ങനെ ധർമ്മം ചെയ്യുകയും ചെയ്യുന്നു. ഇതിനേക്കാൾ വലിയ ആയിരക്കണക്കായ ബലിമൃഗങ്ങളെ നമ്മുടെ തൊട്ട് അയൽ രാജ്യത്ത് 5 വർഷം കൂടുമ്പോൾ അറുക്കുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പഠിച്ചു നോക്കൂ. മാതൃകാപരമായി അള്ളാഹു നിശ്ചയിച്ച ഒരു അമൽ എന്ന നിലയിൽ വളരെ കൃത്യമായിട്ടാണ് മുസ്ലിമീങ്ങൾ ഈ കൃത്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബാക്കിയുള്ളവർ ഒന്ന് പഠിക്കേണ്ട സംഗതിയുണ്ട്. പ്രിയമുള്ളവരെ, ബലിപെരുന്നാളുമായുള്ള സംഗതികളിൽ ദുൽഹജ്ജ് മാസത്തിന്റെ ഹിലാല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു സംഗതികളിൽ ഒന്നാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദിനങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും നല്ല ദിനങ്ങൾ, സൽക്കർമ്മങ്ങൾ എമ്പാടും ചെയ്യേണ്ട ദിനങ്ങൾ എന്നൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയ ആ ദിവസം ദുൽഹജ്ജ് 10-ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഉളുഹിയ്യത്ത് നിർബന്ധമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിന്റെ അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. അത് ഓർക്കുക. എന്നിട്ട് ആ ഉത്തരവാദപ്പെട്ട ആളുകളുമായി അതിൽ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകൾ വലാ തഖറുബന്ന മുസല്ലാന എന്നൊരു നിർദ്ദേശമുണ്ട് പ്രവാചകന്റെ. കഴിവുണ്ടായിട്ട് അത് ചെയ്യാത്ത ആളുകൾ പിന്നെ ആ ഈദ്ഗാഹിലേക്ക് വരേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കർശനമായി പറഞ്ഞു കളഞ്ഞു. ദുൽഹജ്ജ് മാസം പിറന്നു കഴിഞ്ഞാൽ അങ്ങനെ നിയ്യത്ത് വെക്കുന്ന ആളുകൾ ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ വ അറാദ അഹദുക്കും അൻ യുളഹിയ, ദുൽഹജ്ജ് മാസത്തിന്റെ മാസപ്പിറവി ദർശിക്കുകയും അവിടെ ഒക്കെ പറയുന്ന പ്രവാചകന്റെ ഹദീസുകൾ നോക്കൂ നിങ്ങൾ. ഇദാ റഅയ്തും ഹിലാല ദിൽ ഹിജ്ജ,
അവിടെ നിങ്ങളതിൻ്റെ മാസപ്പിറവി കണ്ടാൽ, നിങ്ങൾ ആരെങ്കിലും ബലി നടത്താൻ ഉദ്ദേശിക്കുകയും ചെയ്താൽ ഫൽയുംസിക് അൻ ശഅരിഹി വഅദ്ഫാരി, പിന്നെ മുടിയും നഖവും എടുക്കാൻ പാടില്ല എന്ന നിയമവും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിന്റെ നിയമങ്ങൾ അള്ളാഹു വെച്ചതാണെന്ന് അംഗീകരിക്കുകയും അതിനെ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളുകയും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാനുള്ള ഹൃദയവിശാലതയും തോന്നിച്ചയും അതിനുള്ള തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇസ്ലാമിന്റെ വിമർശകരായ ആളുകൾ ഇസ്ലാം മതത്തെ അനാവശ്യമായി വിമർശിക്കുമ്പോൾ അതിന്റെ സത്യാവസ്ഥ പഠിക്കുവാനുള്ള ഒരു ഉത്സാഹം കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ രോഗമായി കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പകർന്നു കൊടുക്കുമാറാവട്ടെ. ഇന്നത്തെ കലക്ഷൻ കിഡ്നി പേഷ്യൻസിന് വേണ്ടിയുള്ളതാണ് എന്നതിനിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നു. അസുഖമായി മാറാത്ത അസുഖമായി കഴിഞ്ഞുകൂടുന്ന ആളുകൾ, അവർക്ക് നമ്മിൽ നിന്നുള്ള ആശ്വാസമായി ഇന്നത്തെ കലക്ഷൻ നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗമായ മുഴുവൻ ആളുകളുടെയും രോഗം ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മാനസികമായി പ്രയാസമനുഭവിക്കുന്ന വേദന തിന്നുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്ത്, സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നേരത്തെ മരണപ്പെട്ടുപോയ നമ്മുടെ ഉറ്റവരും ഉടയവരും, ബന്ധുക്കൾ, മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഇണകൾ, നമ്മുടെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും അവരുടെയും നമ്മുടെയും പാപങ്ങളെല്ലാം പുറത്തു തന്ന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്